ഗുരുദേവൻ പറഞ്ഞിട്ടുണ്ട്, കൃഷി ജീവരാശിയുടെ നട്ടെല്ലാണ് എന്ന്. ഒരു ഇല ഉണ്ടായി എന്നൊരു വിത്തിട്ട് കഴിഞ്ഞാൽ അതിനൊരു ഇല ഉണ്ടാകുന്നതും അത് വളർന്നു കാണുന്നതും അതിനൊരു പൂവുണ്ടാകുന്നതും അതിൻ്റെ ചുവട്ടിൽ കിഴങ്ങുണ്ടാകുന്നതും അത് പറിച്ചെടുക്കുന്നതും ഒക്കെ കാണുമ്പോൾ ആ ഒരു ആത്മസംതൃപ്തി അതാണ് ഏറ്റവും വലുത്. അതെന്ന് പറഞ്ഞാൽ അവരുടെ മാനസികാവസ്ഥ, എല്ലാവരെയും എല്ലാവരോടും ക്ഷമിക്കാനുള്ള അവസ്ഥ, ഒരു സഹവാസ ബോധം, ഇതൊക്കെ ഉണ്ടാക്കുവാനായിട്ട് കൃഷിയിൽ നിന്നും സാധിക്കുന്നതാണ്. കൃഷി ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അതിൽ നിന്ന് ആത്മനിർവൃതി ഉണ്ടാകുന്ന പല ഘടകങ്ങളും അതിലടങ്ങിയിട്ടുണ്ട്. ഒരു കർഷകൻ പോലും അവൻ്റെ മകനെ കർഷകനാക്കണം അല്ലെങ്കിൽ കൃഷി ചെയ്യണം എന്ന് പറയില്ല. നീ പഠിച്ച് ഡോക്ടറാകുക, എഞ്ചിനീയറാകുക എന്ന് പറഞ്ഞു വിടുകയുള്ളൂ. ഈശ്വരനെ സൃഷ്ടിക്കുന്ന ആള് അല്ലെങ്കിൽ ദേവശില്പി എന്ന് വേണമെങ്കിൽ പറയാം കർഷകന്. നമ്മുടെ പൂർവികരെ ഉണ്ടായിരുന്ന പല സാധനങ്ങളും ഞാൻ അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന പലതും ഞാനതിവിടെ കൃഷി ചെയ്ത് എടുക്കുന്നുണ്ട്. പ്രാണിശല്യമാണ്, അതിന് വേണ്ടിയിട്ട് മരുന്നടിച്ചാൽ മാത്രമേ പറ്റുള്ളൂ. അതിന് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഗോമൂത്രമാണ്. ഉദാഹരണത്തിന് എനിക്കിവിടെ ഉണ്ടാകുന്ന 40 കിലോ വെച്ച ഒരു ചുവട്ടിൽ നിന്ന് ഞാൻ കപ്പ ഉണ്ടാക്കും. ചേനയാണേലും അതുപോലെ 45 കിലോ ഉള്ള ചേന ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. കപ്പയുടെ തൊണ്ട് പൊളിച്ചെടുക്കുന്നുണ്ട്. ആ തൊണ്ട് പോലും തോരൻ വയ്ക്കാം. നല്ല സാധനമാണ്. പൂ ഭയങ്കര ടേസ്റ്റാണ്. കൃഷി ചെയ്തുകൊണ്ട് നല്ല ഭക്ഷണം കഴിക്കുന്നത് കൊണ്ടുമാണ് എനിക്ക് ഇത്രയും ആരോഗ്യം. നെല്ല് കുത്തിയെടുക്കുന്ന അരിയില്ല. ആ ടേസ്റ്റ് പോലും ഇന്നത്തെ ചെറുപ്പക്കാർക്ക് അറിയത്തുമില്ല. പൂർവികർ പറയുന്നത് പശുവിനെ വളർത്തിയ ലാഭം എന്ന് പറയുന്നത് കുട്ടികളും ചാണകവുമാണ്. അടതാപ്പൻക ഇതൊരു എണ്ണത്തിൽ 10-30 കായ്ക്കുണ്ട്. നമ്മൾ വളവിട്ട് കയറ്റം കയറുന്നതിനനുസരിച്ചിരിക്കും. ഇതാണ് മുൾക്കിഴങ്ങാണ് മുക്കിഴങ്ങെന്ന് പറയുന്നത്. ഭയങ്കര ടേസ്റ്റാണ് ഇത്. നമ്മൾ ചെറുകിഴങ്ങില്ലേ, അതിൻ്റെ ടേസ്റ്റ് തന്നെ. സീത ലങ്കയിൽ പോയപ്പോഴേ അവിടെ വിഷമിച്ചിരുന്ന അവസരം ഈ സിംഹവൃക്ഷ ചൂട്ടിലായി ഇരുന്നിരുന്നത്. അങ്ങനെ ഒരു പ്രത്യേകതയുള്ള ഒരു മരമാണ്. എൻ്റെ പേര് സ്വാമി ബോധിതീർത്ഥ. ഞാൻ കുന്നുംപാറ ക്ഷേത്രത്തിലെ സെക്രട്ടറിയും അതുപോലെ തന്നെ ശിവഗിരി മഠത്തിൻ്റെ കൃഷി വകുപ്പിൻ്റേതും ഗോശാലയുടെയും ചാർജ് ഉള്ളതാണ്. എനിക്ക് ചെറുപ്പം മുതൽ ഈ 2 കാര്യങ്ങളിലും വളരെ താല്പര്യമുള്ളത് കൊണ്ടാണ് അത് പഠനശേഷവും സന്യാസ പഠന സമയത്തും പഠനശേഷവും എനിക്ക് അതിൻ്റെ വകുപ്പിൻ്റെ ചുമതല തുടരാനായിട്ട് സാധിച്ചിട്ടുള്ളത്. ഇനിയുള്ളത് എന്ന് പറഞ്ഞാൽ ഗുരുദേവൻ പറഞ്ഞിട്ടുണ്ട്, കൃഷി ജീവരാശിയുടെ നട്ടെല്ലാണ് എന്ന്. അതുപോലെ തന്നെ ഭഗവത്ഗീതയിലൊരു ശ്ലോകമുണ്ട്, അന്നം ബ്രഹ്മേതി വിജാനാത് അന്നാത് ഭവന്തി ഭൂതാനി. അപ്പം അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ അന്നം ബ്രഹ്മേതി വിജാനാത്, അന്നം ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഈശ്വരനാണെന്ന് കണക്കാക്കണം. ഈ അന്നത്തിൽ നിന്നുമാണ് അല്ലെങ്കിൽ ഭക്ഷണത്തിൽ നിന്നുമാണ് എല്ലാ ജീവജാലങ്ങളും ഉണ്ടാകുന്നത്. എല്ലാ ജീവജാലങ്ങളും എന്ന് പറഞ്ഞാൽ മനുഷ്യൻ മാത്രമല്ല. ഈശ്വരനെ സൃഷ്ടിക്കുന്ന ആള് അല്ലെങ്കിൽ ദേവശില്പി എന്ന് വേണമെങ്കിൽ പറയാം കർഷകന്. അപ്പം അന്നം ബ്രഹ്മേതി വ്യജാന എന്ന് പറയുമ്പോഴത്തേക്കും അന്നം ഈശ്വരനാണല്ലോ. അങ്ങനെയുള്ള ഈശ്വരനെ സൃഷ്ടിക്കുന്ന ആളാണ് അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിലെ ജീവജാലങ്ങൾക്ക് മുഴുവനും ഭക്ഷണം കൊടുക്കുന്ന ആളാണ് കർഷകൻ. ആ കർഷകൻ ദേവശില്പിയാണ്. കർഷകൻ അത്രയ്ക്കും പ്രാധാന്യമാണ് ഉള്ളത്.
ഇതിലോട്ടൊരു താല്പര്യമെന്ന് പറഞ്ഞാൽ ഞാൻ ചെറുപ്പം മുതലേ ഇടുക്കിയിലാണ് വീട്. കൃഷിയിൽ ഞങ്ങൾ കർഷക കുടുംബമായിരുന്നു. എല്ലാ കൃഷിയും ചെയ്ത് ശീലിച്ചിട്ടുണ്ട്. മാത്രമല്ല അതിനോടൊരു പ്രത്യേക താല്പര്യമുണ്ട്. വിത്തെടുക്കുന്ന കാര്യത്തിലൊക്കെ കാർഷിക കോളേജിലൊക്കെ എടുക്കുന്ന നമ്മൾ ആ രീതിയിൽ അവരുടെ പഠിപ്പീരിലൊന്നും ഇല്ലാത്ത പല സാധനങ്ങളും വിത്ത് എങ്ങനെ എടുക്കണമെന്നുള്ളത് അച്ഛന് നല്ലൊരു കൃഷിക്കാരനായതുകൊണ്ട് ഏതൊക്കെ സാധനങ്ങളുടെ വിത്ത് ഏത് സമയത്ത് എടുക്കണം എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് അന്ന് തന്നെ പറയുമായിരുന്നു. അത് ഞാൻ പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ട് പോന്നിട്ടുമുണ്ട്. തെങ്ങിൻ്റേതും കമുങ്ങിൻ്റേതും നമ്മുടെ പച്ചക്കറിയുടേതും ഒക്കെ ആണെങ്കിൽ. പിന്നെ പുതിയ അറിവുകൾ എവിടുന്നെങ്കിലും ആരെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും കിട്ടുമെങ്കിൽ ഞാനത് അന്നേരം സ്വായത്തമാക്കുകയും ചെയ്യും. പശുവിൻ്റെ കാര്യത്തിലാണേലും അതുപോലെ മരുന്നുകളാണേലും പരമാവധി ഉള്ളതെല്ലാം തന്നെത്താനെ നമ്മൾ ഉണ്ടാക്കിയെടുക്കത്തക്ക രീതിയിലേക്ക് അറിയാവുന്നതാണ്. ഇപ്പം നമ്മളിപ്പം ഈ ഏറ്റവും കൂടുതൽ വരുന്നത് പ്രാണിശല്യമാണ്. അതിന് വേണ്ടിയിട്ട് മരുന്നടിച്ചാൽ മാത്രമേ പറ്റുള്ളൂ. അതിന് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഗോമൂത്രമാണ്. ആ ഗോമൂത്രം ശകലം നേർപ്പിച്ച് അല്ലെങ്കിൽ പകുതി അല്ലെങ്കിൽ ഇരട്ടി വെള്ളം ചേർത്ത് ഏത് സാധനത്തിനും തളിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പോകുന്നതാണ്. ഈവൻ കൊമ്പൻ ചെല്ലി വരെ പോകുന്നതാണ്. അത് തെങ്ങിൻ്റെ കവിളിൽ ഒഴിച്ചു കൊടുത്താൽ മതി. ഒരു 3 പ്രാവശ്യം അല്ലെങ്കിൽ 4 പ്രാവശ്യം ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ശല്യം വരാറില്ല. അതുപോലെ വാഴയ്ക്കാണേലും തൈ വാഴയായിരുന്ന അവസരത്തിൽ ഒരു 2 മാസം ആകുമ്പോഴത്തേക്കും ഈ ഗോമൂത്രം ഒഴിച്ചു കൊടുക്കണം. പക്ഷെ അത് പൊള്ളിപ്പോകാൻ ചാൻസ് ഉള്ളതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണമെന്ന് പറഞ്ഞു. അതായത് വൈകുന്നേരം വേണം ഇത് ചെയ്യാനായിട്ട്. വൈകുന്നേരം വെള്ളത്തോടു കൂടി ഒഴിച്ചു കൊടുക്കുക. അത് നേരം വെളുക്കുമ്പോഴത്തേക്കും അതിൻ്റെ കവിളിലുള്ള മുട്ടകളെല്ലാം പോയിരിക്കും. ഇനി ബാക്കിയുള്ളതാണെങ്കിലും 1 മാസം കഴിയുമ്പോഴത്തേക്കും പിന്നെയും മുട്ടയിടുകയാണെങ്കിൽ അങ്ങനെ അന്നേരം അത് കഴിഞ്ഞാൽ ഈ മാണപ്പുഴു എന്ന് പറഞ്ഞാൽ ആ പുഴു പോകുന്നതാണ്. അതുപോലെ മറ്റ് ഈ ഉമിക്കരി പ്രാണി എന്ന് പറയുന്നതും ചെല്ലി അല്ലെങ്കിൽ മറ്റു ഇതുള്ളതൊക്കെ എന്തെല്ലാം പ്രാണികളുണ്ടോ അതിനൊക്കെ ഏറ്റവും ഫലപ്രദമായതാണ് ഈ ഗോമൂത്രം എന്നുള്ളത്. അത് വളർച്ചയ്ക്ക് പറ്റുന്നതല്ലാതെ നമ്മുടെ ശരീരത്തിന് കുഴപ്പമുള്ളതുമല്ല. ഈ നമ്മൾ പണ്ടൊക്കെ ആണെങ്കിൽ ചാണകം വാഴച്ചയുടെ ചുണ്ടടിക്കുമ്പോൾ ചാണകം ആ ചുണ്ടിൻ്റെ അകത്തോട്ട് വെച്ച് കെട്ടുമായിരുന്നു. ഇന്നിപ്പോൾ ചെയ്യുന്നത് അതിനകത്ത് യൂറിയ അല്ലെങ്കിൽ യൂറിയ ഒരു ഇതിനകത്ത് കെട്ടിവെക്കുക ചെയ്യുന്നത്. അത് നമുക്ക് ആരോഗ്യത്തിന് ഹാനികരമാണ്. കായ വലുതായിട്ടൊക്കെ തോന്നിക്കും, പക്ഷെങ്കിൽ അതുകൊണ്ട് പ്രയോജനമില്ലാതിരുന്നില്ല. ഈ ചാണകവും ഗോമൂത്രവും ഉപയോഗിച്ച് തന്നെ കൃഷി ചെയ്താൽ തന്നെ നമ്മുടെ ശരീരത്തിന് കുഴപ്പമില്ലാത്തത് നമ്മുടെ പ്രകൃതിക്ക് കുഴപ്പമില്ലാത്തതായ രീതിയിൽ കായൊക്കെ വളർച്ച ഉണ്ടാവുകയും ചെയ്യും. നല്ല വലിപ്പത്തിൽ ഉള്ള സാധനങ്ങളുണ്ടാകും. എല്ലാവരുടെയും ഒരു ധാരണയുണ്ട്, ഓർഗാനിക്കായിട്ട് കൃഷി ചെയ്ത് കഴിഞ്ഞാൽ വലിപ്പം കിട്ടുകയില്ലെന്ന്. വലിപ്പം യാതൊരു സംശയവുമില്ല. അതിനേക്കാൾ കൂടുതൽ വലിപ്പം എല്ലാ സാധനത്തിനും ഉണ്ടാകും. വാഴയ്ക്കാണേലും പച്ചക്കറിക്കാണേലും ഒക്കെ. അത് ചെയ്യേണ്ട രീതിയിൽ ചെയ്യണമെന്നുള്ളത് മാത്രം. കിഴങ്ങ് പോലെ ഇരിക്കും. 1 കിലോ വരെ വലിപ്പമുള്ള കായ ഉണ്ടാകും. എന്താണത്? അടതാപ്പൻക. അതൊരു എണ്ണത്തിൽ 10-30 കായൊക്കെ ഉണ്ടാകും. നമ്മൾ വളവിട്ട് കയറ്റം കയറുന്നതിനനുസരിച്ചിരിക്കും. ഇപ്പോൾ നടാനുള്ള സമയമായി. കായാണ് എല്ലാം അതിൻ്റെ ഇത് നടുന്നത്. ഇത് കായാണ് മുകളിലുണ്ടായത്. ഇതുപോലെ തന്നെ ഇരിക്കും. ഇതിനേക്കാളും വലുതായിട്ട് ഉണ്ടാകും. ഒരു 15 കിലോ വരെയൊക്കെ ഉണ്ടാകും. ചുവട്ടില്ല. ഉരുളക്കിഴങ്ങിൻ്റെ അതേ ടേസ്റ്റ്. അതായത് ഉരുളക്കിഴങ്ങ് ഉപയോഗിക്കുന്ന എല്ലാത്തിലും ഇത് ഉപയോഗിക്കും. എല്ലാത്തിനും ഉപയോഗിക്കും. ഇത് ചിലർ പറയുന്നത് ഇറച്ചിക്കായ എന്നാണ് പറയുന്നത്, വർക്കലയൊക്കെ പറയുന്നത്. പക്ഷേ അത് പണ്ടുണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ ഇല്ലെന്നായിട്ട് വന്നിട്ടുണ്ട്, നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ആദ്യമേ നട്ടപ്പോൾ കുറച്ച് ചാണകം ഇടും. അത് കഴിഞ്ഞ് പിന്നെ ഒരു വട്ടം ചാണകം ഇട്ട് ആണിതുണ്ട് കിടക്കുന്ന ചാണകം ശകലം വെട്ടി മൂടും. ബാക്കി കരിയില ഇട്ടേക്കും. ഇനിയിപ്പോൾ ഒരു 2 വട്ടം ചാണകം കൂടെ 1 മാസം കൂടെ കഴിയുമ്പോഴത്തേക്കും ഇടണം. ചാണകം ഇട്ടാലോ വെള്ളം ഉണ്ടാകുള്ളൂ. അതുപോലെ ഈ നിൽക്കുന്ന സാധനമാണ്, അതിലാണെങ്കിൽ കാതാണ് നിത്യവഴുതന എന്ന് പറഞ്ഞ സാധനം. നിത്യവഴുതന അല്ലേ? നിത്യവഴുതന അല്ലെങ്കിൽ നിത്യക്കറിയൻ. ഈശ്വരനെ സൃഷ്ടിക്കുന്ന ആൾ അല്ലെങ്കിൽ ദേവശില്പി എന്ന് വേണമെങ്കിൽ പറയാം കർഷകന്. പക്ഷേ നമ്മുടെ
കേരളത്തിൽ പ്രത്യേകിച്ച് ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ പ്രത്യേകിച്ച് കേരളത്തിലാണ് അതിൽ ഏറ്റവും മോശമായിട്ട് കണക്കാക്കുക. കൃഷി എന്ന് പറഞ്ഞാൽ മോശമാണ്, കൃഷി ചെയ്യുന്നത് നഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആളുകളങ്ങ് പോവുകയാണ്. നേരെ മറിച്ച് ഒന്ന് നോക്കുകയാണെങ്കിൽ 44 നദികളും അതുപോലെ തന്നെ 10 മാസവും മഴ കിട്ടുന്ന ഒരു സംസ്ഥാനം, കൃഷി ഭൂമിയുടെ 95% കൃഷിക്ക് ഉപയുക്തമാകുന്ന ഒരു സംസ്ഥാനം, ദിവസത്തിൽ പകലും രാത്രിയും ഏതാണ്ട് ഒരേപോലെ തന്നെ വലിയ വ്യത്യാസമില്ലാതെ കിട്ടുന്നുണ്ട്. അതുപോലെ ചൂടും തണുപ്പും ഒരേ ക്രമത്തിൽ നിൽക്കുന്ന ഒരു സ്ഥലം. അത് ഈ കേരളം എല്ലാ പേരുള്ള, അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ നാട് എന്ന്, ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് പലരും പറയുന്നത്. പക്ഷെ നമ്മൾ അതെല്ലാം മറന്നു കളഞ്ഞിട്ട് ഇതിൻ്റെ ഞാൻ മുമ്പ് പറഞ്ഞ സൗകര്യങ്ങളിൽ പകുതി പോലും ഇല്ലാത്ത സ്ഥലത്ത് കൊടും ചൂടിൽ നിന്ന് പണിത് ഉണ്ടാക്കിക്കൊണ്ടുവരുന്ന പച്ചക്കറികളും ധാന്യങ്ങളും പഴവും പൂവും ഒക്കെ ഇലയും ഒക്കെ ഉപയോഗിച്ചാണ് നമ്മൾ ജീവിക്കുന്നത്. അതും മുഴുവനും കൂടുതലും എല്ലാം രാസവസ്തുക്കൾ ഉപയോഗിച്ച് ഉണ്ടാക്കുന്നത്. ദുർഭാഗ്യം എന്ന് പറഞ്ഞാൽ കേരളീയർ കുറേയെല്ലാം വിദ്യാഭ്യാസം നേടിയ ആൾക്കാരാണെങ്കിൽ പോലും നല്ല ഭക്ഷണം കഴിക്കണമെന്നുള്ളൊരു ശകലം പോലും ബോധമില്ലാന്നേ ഞാൻ പറയുള്ളൂ. ഒരു വീട്ടിലെ ആളുകൾ 4 പേരുണ്ടെങ്കിൽ ആ 4 പേര് അരമണിക്കൂർ വീതം ഒന്ന് നോക്കിയാൽ മതി, നമുക്ക് ആവശ്യത്തിനുള്ള പച്ചക്കറികൾ മുഴുവനും ഉണ്ടാക്കിയെടുക്കാം. മരച്ചീനി കിട്ടുന്നതാണെങ്കിൽ ഇപ്പോഴാണെങ്കിലും ഉള്ളത്, കിട്ടുന്ന സമയത്ത് നമുക്കുണ്ടെങ്കിൽ അത് ഉണക്കിയെടുത്ത് വയ്ക്കുക, അല്ലെങ്കിൽ മേടിച്ച് ഉണക്കിയെടുത്ത് സൂക്ഷിക്കുകയാണെങ്കിൽ, പല രീതിയിൽ വെക്കുകയാണെങ്കിൽ നമുക്കത് 12 മാസവും ആ മരച്ചീനി തന്നെ ഉപയോഗിക്കാൻ സാധിക്കും. എന്നതാണ് മുക്കിഴങ്ങെന്ന് പറയുന്ന സാധനം. ഇതുണ്ട്, ഇതാണ് മുള്ള്. ഇത് ഓരോന്നും ഓരോ കിഴങ്ങിൻ്റെ വേരിനോടൊപ്പം അങ്ങ് പോവുക. മുൾക്കിഴങ്ങല്ലേ? മുൾക്കിഴങ്ങാണിത്. അതാണ് മുക്കിഴങ്ങെന്ന് പറയുന്നത്. ഇതിന് കാണാതെ കൊണ്ട് കത്തിക്കളയാൻ വേണ്ടി ഞങ്ങൾ നിരത്തി വെച്ചിരുന്നത്. ഇത്രയും വലിപ്പമുള്ള മുള്ളാണ് ഇത്. ഈ ഒരു കിഴങ്ങൊരു ഇതിനെ മുകളിൽ നിന്ന് നോക്കുകയാണ് 7 കിഴങ്ങ് വരെയും കണ്ടിട്ടുണ്ട്. അതിൻ്റെ ചുവട്ടിൽ നിന്ന് ഇങ്ങനെ ഒരു 6 അടി അകലത്തിൽ പോയിട്ടാണ് ഈ കിഴങ്ങിനോടനുസരിച്ചുള്ള വള്ളി കയറി അങ്ങ് പോകുന്നത്. അതിന് സപ്പോർട്ടായിട്ടാണ് ഈ മുള്ള് കയറി അങ്ങ് പോകുന്നത്. നമുക്ക് ഏതെങ്കിലും പ്ലാന്റ് കാണിക്കാനുണ്ടാവും അടിയിൽ നിന്ന് ആ കിഴങ്ങിനോടനുബന്ധിച്ച് ഇങ്ങനെ ഒരു സപ്പോർട്ടിങ് പോരും, അടുത്ത കിഴങ്ങാകാനുള്ള അതിൻ്റെ സൈഡിലായിട്ട് മുള്ളും പോരും. ഈ മുള്ള് വരുന്നത് ഈ കിഴങ്ങ് ഈ വേരിങ് പോരുന്നില്ലേ, ഈ വേരേന്ന് കിഴങ്ങ് വരുന്ന ഭാഗം ഇതിങ്ങനെ അങ്ങ് നീണ്ടുപോകും. 7 എണ്ണം വരെ ഉണ്ടാകും ഒരു ഒറ്റ എണ്ണത്തേന്ന്. അപ്പോൾ അതിൻ്റെ പാരലായിട്ട് അതിനടുത്ത് തന്നെയായിട്ടാണ് മുള്ള് വരുന്നത്. ഇതാണ് മുൾക്കിഴങ്ങാണ് മുക്കിഴങ്ങെന്ന് പറയുന്നത്. പക്ഷേ ഇതൊന്നും അങ്ങനെ കിട്ടാനില്ല. ഇല്ലില്ല, ഞാനിത് ഇവിടുന്ന് എങ്ങനെയാണ് എനിക്ക്, പക്ഷേ വേറെ കാര്യമുണ്ട്, ഇത് ഇടുക്കിയിലൊന്നും പിടിക്കാല്ലേ. ഈ പ്രദേശത്ത് മാത്രം ഇത് ഉള്ളതെന്ന് എനിക്കറിയാം. ഞാൻ കോട്ടയത്ത് കൊടുത്ത് വിട്ടിട്ടുണ്ട്. ഇത് പക്ഷെ നല്ല ടേസ്റ്റാണ്, ഭയങ്കര ടേസ്റ്റാണ്. ഇത് നമ്മൾ കിഴങ്ങ്, ചെറിയ കിഴങ്ങില്ലേ, അതിൻ്റെ ടേസ്റ്റ് തന്നെ. പക്ഷെ ഇത് വേറൊരു പ്രശ്നമുള്ളത്, ഇതിൻ്റെ തണ്ട് പഴുത്ത് വരുന്ന സമയത്ത് വേഗമുള്ളൂ, അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ വേഗമല്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ തൂമ്പ കൊണ്ടാലും വേഗമെന്ന് പറയും. അതുകൊണ്ട് സൂക്ഷിച്ച് വേണം പറിക്കാം. കയ്യ മുഴുവനും മുള്ളു കൊണ്ടിട്ടുണ്ട്. പിന്നെ ഇതിൽ ഞാൻ ചെയ്യുന്ന ട്രിക്ക് എന്താണെന്നറിയാം, മുഴുത്ത ഒരു തടവെടുക്കുക, ഇത്രയും റൗണ്ടിലുള്ള ഒരു തടം, എന്നിട്ട് ഇതിൻ്റെ നടുക്ക് ഒരെണ്ണം, 4 സൈഡിലും ഒരെണ്ണം. അപ്പോൾ ഇതിൻ്റെ പേര് അവിടെയുള്ളതിൻ്റെ പേര് ഇങ്ങോട്ട് വരും, ഇവിടെ ഇതിൻ്റെ പേര് അവിടെ ചെല്ലും. എല്ലായിടത്തും കിഴങ്ങ് ഇങ്ങനെ ഇരിക്കും. അപ്പം അങ്ങനെ എടുക്കുകയാണെങ്കിൽ എളുപ്പമുണ്ട്. ഇത് നമുക്ക് ഈ അധികം ഇല്ലാത്ത പഴയ വിത്തുകളാണല്ലോ, ഇതെല്ലാം പഴയ ഇതാണല്ലോ. അപ്പോൾ ഇതൊക്കെ അന്വേഷിച്ച് ആൾക്കാർ വരാറുണ്ടോ? ഞാൻ ചില പ്രസംഗത്തിലൊക്കെ പറയുമ്പം വരാറുണ്ട്, വിളിച്ച് ചോദിക്കാറുണ്ട്. ഞാൻ അറിയില്ല. ISROയിലെ ഒരു ഉദ്യോഗസ്ഥനോ ആയിട്ട് ഒരാളുണ്ടായിരുന്നു. ഞാൻ ഇവിടെ പോയപ്പോൾ കൊളത്തൂര് ഒരു പരിപാടിക്ക് പോയപ്പോൾ, അപ്പോൾ കൃഷിയെക്കുറിച്ച് ഞാൻ പറഞ്ഞത്. അപ്പോൾ മുക്കിഴങ്ങും അടുതാപ്പുംകായും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും പുള്ളി കോട്ടയംകാരനായിരുന്നു. അപ്പോൾ പറഞ്ഞ അടുതാപ്പുങ്കായ എനിക്ക് ഒരെണ്ണം തന്നേക്കണം, എനിക്ക് തന്നെ വരാൻ ഞാൻ ശിവരി കൊണ്ടുവച്ച് പുള്ളിയത് കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ ചിലരൊക്കെ വിളിച്ച് ചോദിക്കും, പക്ഷെ നമുക്കത് അയച്ചു കൊടുക്കാനോ പിടിക്കാനുള്ള സംവിധാനമൊന്നും ഇല്ലാത്ത കാരണം 3-4 ചുമളയായിട്ട് ഇങ്ങനെ അങ്ങോട്ട് പോരും. എനിക്ക് തോന്നുന്നത് ഇതാണെന്ന് തോന്നുന്നത്, അതിൻ്റെ വിത്തിനുള്ള പ്രൊട്ടക്ഷനായിട്ട് പോകുന്ന വഴി ഇത് വേറെ അല്ലല്ലോ, അത് അതിൻ്റെ മുള തന്നെയാണ്. ഇതിൽ പിന്നീടാണ് ഇതുണ്ടാകുന്നത്. ഇപ്പം നമ്മൾ നടാതിരുന്നിട്ടായിരിക്കും മുളച്ച് പൊങ്ങി. ഇത് അധികം താഴ്ത്തിയാണോ നടുന്നത്? നല്ല താഴ്ത്തിയാണോ? അല്ലല്ല, താഴ്ത്തിയല്ല, ഇതും മുകളിൽ ഇങ്ങനെ കൂന എടുത്തിട്ടാണ് നടുന്നത്. ശരി. അപ്പോൾ ഇത് മണ്ണിന് പാരലായിട്ട് അങ്ങ് പോകുള്ളൂ.
വന്ന സമയത്ത് ഇവിടെ ഫുള്ള് പാറയല്ലായിരുന്നു. അതെ അതെ. അപ്പോൾ അതൊരു വെല്ലുവിളി അല്ലായിരുന്നു? അത് വെല്ലുവിളി, ഇപ്പോഴും വെല്ലുവിളിയാണ്. അന്ന് കൃഷി പാറ മാത്രമല്ല, ഇതിനകത്ത് കൃഷിയൊന്നും ചെയ്യാതെ 15 വർഷമായിട്ട് കൃഷി ഒന്നും ചെയ്യാതെ കിടന്ന് ഇതിനാണ്. പ്രകാശാൻ സ്വാമിയാണ് ഈ ഭൂമി മുഴുവൻ മണ്ണാക്കി എടുത്തത്. അത് കഴിഞ്ഞതിന് ശേഷം വന്ന സ്വാമിമാരൊന്നും കൃഷി ചെയ്തിട്ടില്ല. ഞാൻ ഒരു കർഷകൻ എന്നുള്ള രീതിയിൽ ഞാൻ വന്ന് പയ്യെ തുടങ്ങിയാണ് ഇത്രയൊക്കെ ആക്കിയെടുത്തേക്കുന്നത്. അത് വലിയൊരു സന്തോഷമാണ്. ഇപ്പോൾ ഇത്തരം സാധനങ്ങളൊക്കെ ഉള്ളതും അതുപോലെ തന്നെ മരങ്ങൾ വെച്ചുപിടിപ്പിച്ചു. ഞാൻ വന്ന് പിന്നെ റോഡ് സൈഡ് മുഴുവൻ അങ്ങ് മുകളിൽ വരെ മരം വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു തേക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ തേക്കൊരു 150 തേക്കെന്തെങ്കിലും ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാം തെങ്ങ് വണ്ണം വെച്ച് പോയി. 15 വർഷം വെച്ച്. ഞാൻ വന്നിട്ട് 17 വർഷമായി. പിന്നെയുള്ളത് ആയുർവേദ മരങ്ങൾ, പ്രത്യേകിച്ച് ഇതിൽ കണ്ടിട്ടില്ലാത്ത മരങ്ങൾ എല്ലാം പരമാവധി ഞാൻ ശ്രദ്ധിച്ച് വയ്ക്കുന്നുണ്ട്. ഒന്നിടം നമുക്ക് കാണാമല്ലോ. സീത ലങ്കയിൽ പോയപ്പോഴേ അവിടെ വിഷമിച്ചിരുന്ന അവസരം ഈ സിംഹവൃക്ഷ ചൂട്ടിലായി ഇരുന്നിരുന്നത്. അങ്ങനെ ഒരു പ്രത്യേകതയുള്ള ഒരു മരമാണ് ഇത്. ആയുർവേദപരമായിട്ട് നോക്കുമ്പം മാനസികമായിട്ട് അസുഖം ഉള്ള ആളുകൾക്ക് ഏറ്റവും ഗുണം ചെയ്യുന്ന തരത്തിലുള്ള ഇതാണ്. ഇതിൻ്റെ ചൂട്ടിലിരുന്നാൽ തന്നെ പിന്നെ ഏറ്റവും കൂടുതൽ ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കുന്ന തുളസിയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് ഉൽപ്പാദിപ്പിക്കുന്നതാണ് ഈ സിംസിക. ഇതും കഴിഞ്ഞിട്ട് ഇതിൻ്റെ 10 ഉൽപ്പാദിപ്പിക്കുള്ളൂ ആല്. ഓ ശരി. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് പൂ വരിഞ്ഞ് 3 ദിവസത്തേക്ക് നിൽക്കും. ഇത് അതിൻ്റെ മൊട്ടാണ്, പൂവിൻ്റെ ഇത് മൊട്ടാണ് പിന്നെ പൂവായിട്ട് വിരിഞ്ഞ് വരുന്നത്. അതതെ. അതുപോലെ ഇത് ഇലയ്ക്കും ഒരു പ്രത്യേകതയുണ്ട്. ഇലയും വിരിഞ്ഞ് വരുന്നത് ഇല വിരിഞ്ഞ് വരാനുള്ള സാധനമാണ് ഇത്. മൊട്ട് പോലെയുള്ള ഇതിങ്ങനെ നീളത്തിൽ വന്നിട്ടാണ് ഇലയാകുന്നത്. ഇതാണ് ഇല വിരിഞ്ഞ് വരുന്നത്. ഇങ്ങനെ നീളത്തിൽ എന്നിട്ട് ഇത് ആദ്യത്തെ ദിവസം ഇന്ന് വിരിഞ്ഞതേ ഉള്ളൂ. ഇതിന് ഒരു 3 ദിവസം കഴിയുമ്പോഴത്തേക്ക് ഓരോ ദിവസം കൊണ്ടാണത് ആ പരുവത്തിൽ വരും. അതിനുശേഷം ഇങ്ങനെ വരും. പിന്നീട് ഇത് നേരെ പോകും മുകളിലോട്ട്. ഇല വിരിഞ്ഞ് വരുന്നതാണല്ലേ? ഇല വിരിഞ്ഞ് വരുന്നത്. ഇനി നാളെ ആകുമ്പോഴത്തേക്ക് ഇത് ശകലിച്ചേ വിരിയും. ഒരുപാട് അതിനേക്കാളും ശകലം കൂടെ ആയിട്ട് വരും. മഠത്തിൽ ചേർന്ന് കഴിഞ്ഞപ്പോഴും ഞാൻ പശുവിനെ സംരക്ഷിക്കാൻ ശ്രദ്ധിക്കുക. എത്രാമത്തെ വയസ്സിലാണ് മഠത്തിൽ ചേരുന്നത്? മഠത്തിൽ വരുന്നത് 30 വയസ്സുണ്ട്. 30 വയസ്സുണ്ട്. ഞാൻ ഡിഗ്രി എല്ലാം കഴിഞ്ഞതിന് ശേഷം 10 വർഷം വീട്ടിൽ നിന്നതിന് ശേഷമാണ് മഠത്തിൽ ചേരുന്നത്. അപ്പം പശുവിനെ നോക്കാനും എവിടെ കണ്ടു കഴിഞ്ഞാൽ ശ്രദ്ധിക്കുമായിരുന്നു. അപ്പം അതുകൊണ്ട് അന്നത്തെ സ്വരൂപാൻ സ്വാമി ഖജാൻജിയായിരുന്നു. സ്വാമി എന്നോട് പറഞ്ഞ് പശുവിനെ കറക്കുന്ന സമയത്തൊന്നും നോക്കാൻ പറഞ്ഞിരുന്നു. ഞാൻ പിന്നെ കറക്കുന്ന സമയത്ത് എനിക്ക് കറവ അറിയുകയും ചെയ്യാം. പിന്നീട് ഞങ്ങൾ ഹോസ്റ്റലിൽ അന്ന് താമസിച്ചുകൊണ്ടിരുന്ന അവസരത്തിൽ പഠിക്കുന്ന ബ്രഹ്മ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് 2 നേരത്തെ ഭക്ഷണം, രാവിലത്തേതും വൈകിട്ടത്തേതും ഞങ്ങൾ തന്നെ ഉണ്ടാക്കുമായിരുന്നു. അപ്പം അതിനുള്ള പച്ചക്കറി സാധനങ്ങളെല്ലാം ശിവരിൽ തന്നെ നമ്മൾ കൃഷി ചെയ്തെടുക്കുകയായിരുന്നു. അന്ന് ബ്രഹ്മചാരികൾക്ക് ഡ്യൂട്ടി ഇടും 2 മാസം. എനിക്കെല്ലാം സമയവും കൃഷിയിൽ തന്നെയായിരുന്നു. ബാക്കിയുള്ളവർക്കും താല്പര്യമുള്ളവർക്ക് നോക്കി അങ്ങനെ ഡ്യൂട്ടി ഇടുമായിരുന്നു വൈകുന്നേരം. ചതുരമുല്ല വാദത്തിനായിട്ടാണ് സംബന്ധമായിട്ട് കഷായത്തിനും അല്ലെങ്കിൽ മരുന്നുണ്ടാക്കുമ്പോഴും ഈ തൈലം ഉണ്ടാക്കുമ്പോഴൊക്കെ ഇതിൻ്റെ കഷായം വെച്ച് ചേർക്കും. പിന്നെ ഇതിൻ്റേത് കഫം പോകാൻ ഏറ്റവും നല്ലതാണ്. പിന്നെ 6 ഇല ഒരു 2 ലിറ്റർ വെള്ളത്തിൽ തിളപ്പിച്ചെടുത്തിട്ട് കുടിച്ച് കഴിഞ്ഞാൽ കഫം പെട്ടെന്ന് വരും. പിന്നെ പേപ്പട്ടി വിഷയത്തിന് ഉപയോഗിക്കും. കൃഷിയെ സംബന്ധിച്ചിടത്തോളം ഭക്ഷണത്തിന് മാത്രമല്ല, കർഷകരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ കൃഷി ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം, പശു വളർത്തുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ കൃഷിയുടെ എന്ന് പറഞ്ഞാൽ ഒരു ഇല ഉണ്ടായി എന്നൊരു വിത്തിട്ട് കഴിഞ്ഞാൽ അതിനൊരു ഇല ഉണ്ടാകുന്നതും അത് വളർന്നു കിടന്നതും അതിനൊരു പൂവുണ്ടാകുന്നതും അതിൻ്റെ ചുവട്ടിൽ കിഴങ്ങുണ്ടാകുന്നതും അത് പറിച്ചെടുക്കുന്നതും ഒക്കെ കാണുമ്പോൾ ആ ഒരു ആത്മസംതൃപ്തി അതാണ് ഏറ്റവും വലുത്. നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിനേക്കാളും കൂടുതൽ കണ്ടു കഴിയുമ്പോഴത്തേക്കും നമുക്കതിൽ നിന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ കൃഷിക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യമാണ് പശു വളർത്തൽ എന്നുള്ളത്. അതായത് വളം വേണമെങ്കിൽ പശുവിൻ്റെ ചാണകവും ഗോമൂത്രവും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഓർഗാനിക്കായിട്ട് കൃഷി ചെയ്യുമ്പോൾ കീടബാധകളില്ലാതെയും വളത്തിന് വേണ്ടിയിട്ടും എടുക്കാൻ സാധിക്കുകയുള്ളൂ. ഈ അടുത്ത കാലത്ത് ഒരു ഗവേഷണം നടത്തി നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും കർഷകരിൽ കുറ്റം ചെയ്യാനുള്ള വാസന വളരെ കുറയുന്നതായിട്ടും അതുപോലെ തന്നെ കർഷകരുടെ ഇടയിൽ ഡൈവോഴ്സ് വളരെ കുറവാണെന്നുള്ളതും ഒരു പഠനത്തിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ അവരുടെ മാനസികാവസ്ഥ, എല്ലാവരോടും ക്ഷമിക്കാനുള്ള അവസ്ഥ, ഒരു സഹവാസ ബോധം
ഇതൊക്കെ ഉണ്ടാക്കുവാനായിട്ട് കൃഷിയിൽ നിന്നും സാധിക്കുന്നതാണ്. കൃഷിക്ക് വേണ്ടുന്നതായ സാഹചര്യങ്ങൾ നമ്മുടെ സംസ്ഥാനമോ അല്ലെങ്കിൽ നമ്മുടെ ഭരണകർത്താക്കളോ സമൂഹമോ ചെയ്തു കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. ഒരു കർഷകൻ പോലും അവൻ്റെ മകനെ കർഷകനാക്കണം അല്ലെങ്കിൽ കൃഷി ചെയ്യണം എന്ന് പറയുകയില്ല. നീ പഠിച്ച് ഡോക്ടറാകുക, എൻജിനീയറാകുക എന്ന് പറഞ്ഞു വിടുകയുള്ളൂ. എൻജിനീയർ ആയാലും ഡോക്ടറായാലും നമുക്ക് ഭക്ഷണമില്ലാതെ സാധിക്കുകയില്ലല്ലോ. ഒരു മണിക്കൂറെങ്കിലും വീട്ടിൽ നിന്ന് അല്പമെങ്കിലും കൃഷി ചെയ്ത് പരിശീലിക്കാനുള്ളൊരു സന്ദർഭം അത് സ്കൂൾ തലം മുതലേ തുടങ്ങും. LKG അല്ലെങ്കിൽ LP സ്കൂൾ മുതലേ നമ്മൾ തുടങ്ങി വെക്കണം. നമ്മുടെ വിദ്യാഭ്യാസ പദ്ധതിയിൽ തന്നെ അത് ഉൾപ്പെടുത്തി കൊണ്ടുവരണം. അത് മറ്റു രാജ്യങ്ങളിലൊക്കെ ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മൾ ആവശ്യത്തിനുള്ള പച്ചക്കറികൾ മുഴുവനും ചെയ്യുന്നുണ്ട്. അതായത് വെണ്ട, വഴുതന, ചേന, ചേമ്പ്, കാച്ചിൽ തുടങ്ങിയ കിഴങ്ങുവർഗ്ഗങ്ങൾ മുഴുവനും, അതുപോലെ തന്നെ അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും ഞാനിവിടെ ചെയ്യുന്നുണ്ട്. നിത്യവഴുതന എന്ന് പറയുന്ന ഒരു സാധനം, അതൊക്കെ മരുന്നാണ്. നമ്മൾ നിത്യവഴുതന പണ്ടൊക്കെ അതായത് തോരൻ വയ്ക്കാനും അല്ലെങ്കിൽ മെഴുക്കുവരട്ടി വെക്കാനും ഒക്കെ ഉപയോഗിക്കുന്നതാണ്. അത് വയറ് ക്ലീൻ ആക്കാനായിട്ട് ഏറ്റവും പറ്റിയൊരു സാധനമാണ്. അതുപോലെ ഒന്നാണ് അടതാപ്പ് എന്ന് പറയുന്നൊരു സാധനം. അത് കിഴങ്ങ് വർഗ്ഗത്തിൽപ്പെട്ടതാണ്. ഉരുളക്കിഴങ്ങ് പോലെ തന്നെ ഇരിക്കും, അതിൻ്റെ ടേസ്റ്റും സാധനവും ഒക്കെ അതുപോലെ തന്നെ ഇരിക്കും. പക്ഷെ അത് മണ്ണിലടിയിലും അതിന് കിഴങ്ങുണ്ടാകും. അതുപോലെ മുകളിൽ കായായിട്ടും ഉരുളക്കിഴങ്ങ് പോലെ ഉരുണ്ട കായോടുകൂടി നിൽക്കുന്ന സ്ഥലമാണ്. അത് ഗ്യാസിന് ഏറ്റവും പറ്റിയതാണ്. ഗ്യാസ് ഉള്ളവർക്ക് കഴിക്കാനായിട്ട് തന്നെയല്ല, അതിന് വലിയ കേടൊന്നുമില്ലാത്തതാണ്. പണ്ടുണ്ടായിരുന്നു, അത് ഇന്നിപ്പം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എനിക്കിവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഉള്ളതാണ് താമരക്കണ്ണൻ ചേമ്പ് എന്ന് പറഞ്ഞത്. ഏത് കാലത്തും നമുക്ക് ഒരുപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. വയറൊക്കെ പണ്ട് ആണെങ്കിൽ പറയുന്നത് വിരയ്ക്ക് ഏറ്റവും നല്ലതാണ് താമരക്കണ്ണൻ ചേമ്പ് എന്ന് പറയാറുണ്ടായിരുന്നു കുട്ടികളുടെയൊക്കെ. അതുണ്ട്. ഇന്നിപ്പോൾ എല്ലാം ഗുളികയൊക്കെ മേടിച്ച് കഴിക്കുന്ന സ്വഭാവമാണ്. എങ്കിൽ പോലും അത് വിരേചന ശക്തി ഏറ്റവും കൂടുതലുള്ളതാണ്. പച്ചല വർഗ്ഗങ്ങളിൽ അന്യം നിന്ന് പോകുന്ന വർഗ്ഗപ്പെട്ടത് ചതുരപ്പയറും വെട്ടുകത്തിപ്പയർ അല്ലെങ്കിൽ വാളരിപ്പയർ. വാളരിപ്പയർ കയറ്റം കയറുന്നതുകൊണ്ട് അല്ലാതെ ഉള്ളതാണ്. അപ്പോൾ ഇത് ഇങ്ങനെ നമ്മുടെ പൊതുവിലുണ്ടായിരുന്ന എന്തെല്ലാം സാധനങ്ങളുണ്ടോ അതിനെയൊക്കെ നമുക്ക് നിലനിർത്തി കൊണ്ടുവരണം. ഭാവി ആർക്കെങ്കിലും ആവശ്യമുള്ളവർ കൊടുക്കത്തക്ക രീതിയിൽ, വിത്തായിട്ട് കൊടുക്കത്തക്ക രീതിയിൽ ഞാനിവിടെ ചെയ്യുന്നുണ്ട്. കിഴങ്ങ്, ചെറുകിഴങ്ങ്, നനകിഴങ്ങ്, മുക്കിഴങ്ങ്, മഞ്ഞളും ഇഞ്ചിയും ഒക്കെ. മഞ്ഞളാണ് ഏറ്റവും നല്ല. പ്യുവറായിട്ട് മഞ്ഞൾപ്പൊടി കിട്ടാനില്ല, ഒരു സാധനം കിട്ടാനില്ല. അത് വേറൊരു വശം. പക്ഷേ ശകലം മഞ്ഞളിന് അങ്ങനെ വലിയധികം കൃഷി ചെയ്യുന്നതിന് ബുദ്ധിമുട്ടില്ല. മഞ്ഞൾ നട്ട് കഴിഞ്ഞാൽ അതിന് ചാണകം വേണ്ട, ചാരം മാത്രം മതി, ചാരവും ചവറും മാത്രം മതി. വെള്ളം ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ, വെള്ളം ഉണ്ടെങ്കിൽ മഞ്ഞൾ ഒരു വീട്ടിലൊരു 3-4 ചുവടുണ്ടെങ്കിൽ അവരുടെ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി, നല്ല ശുദ്ധമായ മഞ്ഞൾപ്പൊടി ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പം ഈ നമ്മുടെ പൂർവികർ ഉണ്ടായിരുന്ന പല സാധനങ്ങളും ഞാൻ അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന പലതും ഞാനതിവിടെ കൃഷി ചെയ്ത് എടുക്കുന്നുണ്ട്. വിത്ത് ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ പ്രതാപ്പിൻ്റെയൊക്കെ ആണെങ്കിലും വിത്തിരിപ്പുണ്ട്. പിന്നെ മറ്റുള്ളതിൻ്റെയൊക്കെ വിത്ത് പെട്ടെന്ന് എടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ എല്ലാം നട്ടുകൊണ്ട്, കിഴങ്ങെല്ലാം നട്ടുകൊണ്ട് നടേണ്ട സമയമാണ്. നട്ട് തീർന്നു കഴിഞ്ഞാൽ പിന്നെ കിഴങ്ങ് ഇല്ലാതെ വരികയും ചെയ്യും. എങ്കിലും വിളിച്ച് പറയുകയാണെങ്കിൽ എവിടെ വേണേലും അത് കൊണ്ടുപോകാനുള്ള സംവിധാനം ചെയ്യാൻ സാധിക്കുന്നു. കൃഷി എന്ന് പറയുന്നത് നമുക്ക് ഭക്ഷണത്തിന് വേണ്ടിയിട്ട് മാത്രമല്ല, നമുക്ക് ആസ്വദിക്കാനും കൂടെ, നമ്മുടെ സന്തോഷം കണ്ടെത്താനായിട്ട് അതിനും കൂടി ഉള്ളൊരു അവസരമാണ്. എന്നെ സംബന്ധിച്ചുള്ള പ്യുവറായ അത് 100% എനിക്കതിൽ ആസ്വദിക്കാൻ സാധിക്കുന്നുണ്ട്. ഏത് കൃഷിയാണെങ്കിലും, ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ മരച്ചീനിയൊക്കെ നട്ട് കഴിഞ്ഞാൽ കുറേ കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ കിഴങ്ങ് വലുതായി വരുന്ന അവസരത്തിൽ മണ്ണ് വിണ്ടു ഇരിക്കും. ആ സമയം ഞാനത് മാന്തി നോക്കും, എത്ര വലുതായി എന്നുള്ള അറിയാനുള്ള ഒരു ആകാംക്ഷ ഇപ്പോഴും, ഒരു മനസ്സിലുള്ളതുകൊണ്ടാണ്. നല്ലൊരു പൂവുണ്ടായി നിൽക്കുന്ന അവസരത്തിൽ ഇതൊക്കെ കാണുന്നത് എന്ത് രസമാണ്. നമ്മൾ എവിടെ പോയി അന്വേഷിച്ചാലും കിട്ടാത്ത സുഖം തേടിയാണ് എല്ലാവരും പോകുന്നത്. പണം എന്നുള്ളതും മറ്റ് പദവിയും കാര്യങ്ങളുമൊക്കെ, അതൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് സുഖം കണ്ടെത്താൻ സാധിക്കുന്ന വഴിയാണ് ഈ പറഞ്ഞ പോലെ പശു വളർത്തലും. അതുപോലെ തന്നെ ഏത് ജീവിജാലങ്ങൾ ഏത് വളർത്തിയാലും വളരെ രസമാണ് കാണാനും ഒക്കെ. അതുപോലെ തന്നെ കൃഷിയും.
ആ കപ്പയോടാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. എന്നുവെച്ചാൽ കപ്പ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു വസ്തുവാണ്. അത് തന്നെയല്ല, അതിൻ്റെ കൃഷി എടുത്ത് കഴിയുമ്പോഴത്തേക്ക് നല്ലപോലെ നമുക്ക് വിളവുണ്ടാക്കി തരണം. ഉദാഹരണത്തിന് എനിക്കിവിടെ വിളവുണ്ടാകുന്ന 40 കിലോ വെച്ച ഒരു ചുവട്ടിൽ നിന്ന് ഞാൻ കപ്പ ഉണ്ടാക്കും. ചേനയാണേലും അതുപോലെ 45 കിലോ ഉള്ള ചേന ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ആ രീതിയിൽ അത് ശകലം കൂടുതൽ അകലത്തിൽ നട്ട് വളർത്തിയെടുക്കുക എന്നുള്ളതേ ഉള്ളൂ. കപ്പയെ സംബന്ധിച്ചിടത്തോളം പച്ചക്കപ്പയായിട്ട് നമുക്ക് വേവിച്ചെടുക്കാം, ഉണക്കിയെടുത്ത് പൊടിച്ച് നമുക്ക് പുട്ടുണ്ടാക്കാൻ പറ്റുമൊക്കെ ആയിട്ട് എടുക്കാം, ലഡ്ഡു ഉണ്ടാക്കാൻ പറ്റും, എന്ത് വേണേലും ചെയ്യാൻ സാധിക്കും. അതിൻ്റെ പൂ പോലും കറി വെക്കാൻ പറ്റുന്ന, ഇലയും കറി വെക്കാൻ പറ്റുന്നൊരു മാതാമ വന്നപ്പോൾ പറഞ്ഞു. അതുപോലെ കപ്പയുടെ തൊണ്ട് പൊളിച്ചെടുക്കുന്നുണ്ടല്ലോ, ആ തൊണ്ട് പോലും തോരൻ വയ്ക്കാം. നല്ല സാധനമാണ്. പൂ ഭയങ്കര ടേസ്റ്റാണ്. എല്ലാം അതിൻ്റെ കട്ടുണ്ട്, കപ്പയ്ക്ക് മൊത്തം ഒരു കട്ടുണ്ടല്ലോ. അത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എല്ലാം ചൂടുവെള്ളത്തിലിട്ട് തിളപ്പിച്ച് വെള്ളത്തിലിട്ടേച്ച് ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമ്മളത് അരിഞ്ഞെടുക്കാവുള്ളൂ മാത്രം. കപ്പയുടെ പൂ ഞാൻ ഒരു പ്രാവശ്യം എന്നെ പേപ്പറിലോ അങ്ങനെ എന്തോ കർഷക സ്ത്രീയിലോട്ട് ഇങ്ങനെ കണ്ടപ്പോഴാണ് ഞാൻ പരിചയിച്ചു നോക്കിയത്. അതുപോലെ ഈ ചക്കക്കുരു കൊണ്ട് യഥാർത്ഥത്തിൽ ചക്ക വറുത്തെടുത്ത് കറി വയ്ക്കാം. അതാണ് ഭയങ്കര ടേസ്റ്റ്. എന്ത് സാധനമാണെന്ന് ഒറ്റ മനുഷ്യർ പറഞ്ഞിട്ടില്ല. ഞാനിവിടെ ഉണ്ടാക്കിയിട്ട് ആരും പറഞ്ഞിട്ടില്ല. അത് ചക്ക 4ആയിട്ട് മുറിച്ച് എടുത്ത് നമ്മൾ വേവിക്കാൻ എടുക്കുന്ന ചക്ക അതുപോലെ അത് 4ആയിട്ട് മുറിച്ചിട്ട് അത് വറുത്ത് കഴിഞ്ഞിട്ട് അത് പിന്നെ നമ്മൾ ഗരം മസാലയൊക്കെ ചേർത്ത് തേങ്ങാപ്പാൽ ഒഴിച്ച് എടുത്താൽ മതി. വറുത്തെടുക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് അതിന് ഒത്തിരി എണ്ണ വേണമെന്നില്ല. ശകല എണ്ണ ഒഴിച്ച് നമ്മളത് വറുത്തെടുക്കാം. അതിൽ തന്നെ നമ്മൾ ബാക്കി കടുക് വറുക്കാനുള്ള സാധനങ്ങൾ ഇടുക. അതിനകത്ത് ഗരം മസാലയും കൂടെ കുറച്ച് ചേർക്കണം. പിന്നെ അത് ഈ ചക്കയും കൂടി ഇട്ട് കഴിയുമ്പോൾ അതിനകത്ത് തേങ്ങാപ്പാൽ ഒഴിച്ചാൽ മതി. ഗ്രേവി എന്തേരം വേണമെന്ന് വെച്ചാൽ ചപ്പാത്തിക്ക് വേണമെങ്കിൽ കണക്കിലാണെങ്കിൽ അങ്ങനെ എടുക്കാം, ചോറിന് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം, കഞ്ഞിക്കാണെങ്കിൽ അങ്ങനെ എടുക്കാം. എന്തെങ്കിലും വേണമെങ്കിലും അത് ഗ്രേവി കൂട്ടി എടുത്താൽ മതി. ഞാനിവിടെ പല പ്രാവശ്യം ഉണ്ടാക്കിയിട്ട് ആരും പറഞ്ഞിട്ടില്ല എന്ത് സാധനമെന്ന്. അറിയത്തില്ലാത്തൊരു ഒറ്റയാളും പറയല, അത്രയ്ക്ക് ടേസ്റ്റാണ്. നമ്മൾ പനീർ ഉണ്ടാക്കുന്ന ഏതാണ്ട് ആ ടേസ്റ്റിൽ ആയി വരാം. ഇത് ചക്കയുടെ നമ്മൾ കുറച്ചല്ലേ എടുക്കുന്നത്, കുറച്ചല്ലേ ഉള്ളൂ മാത്രം. രാവിലെ ഞങ്ങൾ 3:30 ആകുമ്പോൾ എഴുന്നേക്കും. ഏതാണ്ട് ഞങ്ങൾ ശിവരി വന്ന സമയം മുതൽ ആ രീതിയിലാണ് എഴുതുന്നത്. അതുകൊണ്ട് ആ സമയത്ത് ഉറക്കം തെളിയും. 3:30 ആകുമ്പോൾ ഏറ്റവും കുളിയും കഴിഞ്ഞ് ക്ഷേത്രത്തിലേക്ക്, ഇപ്പോൾ ഉള്ളത് ക്ഷേത്രത്തിൽ ഒക്കെ പോയി വെച്ച് വന്നു കഴിഞ്ഞാൽ മോട്ടോർ ഓൺ ചെയ്ത് കഴിഞ്ഞിട്ട് തിരിച്ച് വന്ന് പശുവിനെ കറക്കുന്ന അവരെ വിളിച്ചേൽപ്പിക്കും. ഞാനും കൂടെ നിന്ന് ചാണകം എടുക്കാനും ഒക്കെ നിൽക്കും. അത് കഴിഞ്ഞിട്ട് ഇപ്പം വെയിലായതുകൊണ്ട് പുല്ലിന് വെള്ളം ഒഴിക്കാൻ പോകും. പിന്നെ ആ സമയത്ത് പാല് കറന്നുകൊണ്ട് ഇങ്ങോട്ട് വന്നു കഴിയുമ്പോഴത്തേക്ക് ഞാനിവിടെ വന്ന് ചായ കുടിച്ച് കഴിച്ച് പിന്നെ ബാക്കി പറമ്പിലെ പണിക്ക് ഇറങ്ങുക ചെയ്യുന്നത്. ഈ കൃഷി ചെയ്തുകൊണ്ട് നല്ല ഭക്ഷണം കഴിക്കുന്നത് കൊണ്ടുമാണ് എനിക്ക് ഇത്രയും ആരോഗ്യം. ഇപ്പോൾ 64 വയസ്സ് കഴിഞ്ഞിട്ടും ഇപ്പോഴും ഏത് ജോലിയും ചെയ്യാനുള്ള തൻ്റെ ഇടം അല്ലെങ്കിൽ ആരോഗ്യമുണ്ട്. കൈക്കും കാലിനോ ചെറിയ വാദമോ എന്തെങ്കിലുമൊക്കെ വന്നാൽ അതൊന്നും വലിയ പ്രശ്നമുള്ള കാര്യമല്ല. എങ്കിലും ഓടിപ്പാഞ്ഞ് നടക്കാനും എടുക്കാനുള്ള ഒരു ആരോഗ്യം. എന്നെക്കായാലും ഇവിടെ 3 പ്രാവശ്യം താഴെ മഠത്തിൽ നിന്ന് ഇവിടം വരെ ഓടിയിട്ട് ക്യാമ്പ് നടന്നപ്പോൾ ഓടിയിട്ട് ഞാനോ മുകളിൽ കയറി വരുമല്ലോ. അതായത് ഡിഗ്രിക്ക് പഠിക്കുന്ന പിള്ളേർ വരെ ഉണ്ടായിട്ട് എൻ്റെ ഒപ്പം എത്തിക്കണം. വേറെ ഷുഗറോ കൊളസ്ട്രോളോ ഇങ്ങനെയുള്ള യാതൊരു അസുഖങ്ങളും ഇല്ല. അത് കുറേയെല്ലാം മരുന്ന് നമ്മൾ ഭക്ഷണത്തിൻ്റേതുണ്ട്. ഗുളിക കഴിക്കാതെ പരമാവധി നോക്കണം. ഭക്ഷണം തന്നെ മരുന്നാണ്. ഓവറായിട്ട് ഭക്ഷണം കഴിക്കാൻ പാടില്ല. ഇങ്ങനെയുള്ള നിഷ്ഠയുള്ളതുകൊണ്ട് എനിക്ക് വേറെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല. അത് തന്നെ വലിയൊരു ഭാഗ്യം. ആരോഗ്യമല്ലേ ഏറ്റവും നല്ലത്, ഏറ്റവും നല്ലത്. 10 മണി കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചതിന് ശേഷം ശകലം നേരം ഒന്ന് ഉറക്കമുണ്ട്. കഴിഞ്ഞൊരു 3 മണി കഴിയുമ്പോൾ പിന്നെയും ബാക്കി പരിപാടികൾ തുടങ്ങും. അത് 7 മണിയോ സമയമൊന്നും നോക്കാനില്ല. 7 മണി കഴിഞ്ഞ് 8 മണി വരെയൊക്കെ ആയിട്ടാണ് ജോലി ചെയ്ത് തീരുന്നത്. അതിൻ്റെ ആവശ്യം പോലെ ഇരിക്കും. എങ്കിലും ഏതായാലും ഇരുട്ടി കഴിയാതെ പമ്പിൽ നിന്ന് കയറി വരുന്ന പരിപാടിയില്ല. പണ്ട് പോലെയുള്ള ശീലം എങ്ങനെയാണ്. ശിവഗിരി വന്നപ്പോൾ ഞാൻ കോളേജിൽ പഠിച്ചിരുന്ന കാലത്താണെങ്കിൽ പോലും 11 മണിയാകുമ്പോൾ കിടക്കാൻ 4 മണിയാകുമ്പോൾ എഴുന്നേൽക്കുക എന്നുള്ള സ്വഭാവം. ഉറക്കം വളരെ കുറവല്ലേ? അന്ന് കുറവായിരുന്നു. ഇപ്പം ഇവിടെ വന്നതിന് ശേഷമാണ് ഈ ഉച്ചയ്ക്കുള്ള ഉറക്കം വന്നത്. അത്ര ഉറക്കം മതിയായിരുന്നു. ശിവഗിരി വന്നപ്പോൾ 4 മണിയാകുമ്പോൾ കൃത്യമായിട്ട് എഴുന്നേക്കണമായിരുന്നു. ആരും വിളിച്ചേൽപ്പിക്കുമൊന്നും വേണ്ട. എനിക്ക് ഒരിക്കലും എൻ്റെ തലയിൽ വെള്ളം ഒഴിച്ചിട്ടുമില്ല. അന്നൊക്കെ വെള്ളം ഒഴിക്കുമായിരുന്നു സ്വാമി കൈലാൻ സ്വാമി. എനിക്ക് ആ പ്രശ്നം വന്നിട്ടേ ഇല്ല. അത് ഇപ്പോഴായാലും എത്രയായാലും എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ആരെ വിളിക്കും വേണ്ട, ഒന്നും വേണ്ട. തന്നെത്താനെ കൃത്യം 3:30. ഇന്നാണെങ്കിലും 3:10 ഞാൻ എഴുതേണ്ടത്. 3:30 ആയപ്പോഴത്തേക്കും ഗുളിയും കഴിഞ്ഞ് വന്നിട്ടാണ് 4 മണിക്കുള്ള ട്രെയിനിൽ കയറി ഇങ്ങോട്ട് പോരുന്നത്. ആ ഒരു നിഷ്ഠ തുടർന്ന് പോരുന്നുണ്ട്. ഒരു കുഴപ്പമില്ല.
ഇനിയുള്ളതിൽ ഭക്ഷണത്തിൽ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ കപ്പയും ചക്കയും ഇങ്ങനെയുള്ളതൊക്കെയാണ് ഏറ്റവും ഇഷ്ടം. വറുത്തതും പൊരിച്ചതും ഒന്നും കഴിക്കുകയില്ല, പരമാവധി കഴിക്കുന്നത് വേണ്ട, അതിന് വേണ്ട. പിന്നെ കഞ്ഞിയും നമ്മളിവിടെയുള്ള ഉണ്ടാകുന്ന പച്ചക്കറികളും അതാണ് കൂടുതൽ ഇഷ്ടമുള്ളത്. ആത്മീയത എന്ന് പറഞ്ഞാൽ അതിന് പ്രത്യേകിച്ച് നമ്മൾ ജോലി ചെയ്യരുതെന്നുള്ള ഒരിടത്തുമില്ല. ഗുരുദേവനെ സംബന്ധിച്ചോളം പറഞ്ഞേക്കുന്നത് അന്നുണ്ടായിരുന്ന സാമേരാണേലും ഏതായാലും ഗുരുദേവൻ എവിടെയെല്ലാം നടന്ന ഒന്നാമത്തെ ആചാര്യനാണ്. പക്ഷേ സാധാരണക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങി പ്രവർത്തിച്ച് ഓരോ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തിട്ടുള്ള ഇപ്പം വേറെ ഏതെങ്കിലും ആത്മീയ കേന്ദ്രത്തിൽ എവിടെയെങ്കിലും വന്നിട്ടുണ്ടോ തീർത്ഥാടനം വരുമ്പോൾ ഇന്ന ലക്ഷണങ്ങൾ ഇന്ന വിഷയങ്ങളെക്കുറിച്ച് സംസാരിച്ചിട്ട് അവർക്ക് പ്രസംഗിച്ചിട്ട് അത് കേട്ടുപോയി വീട്ടിൽ പ്രാവർത്തികമാക്കണം എന്ന് പറഞ്ഞ് ഏതെങ്കിലും എടുത്തുണ്ടോ? ഇപ്പം ശബരിമലയാണേലും ഇല്ല, പിന്നെ നോക്കുകയാണെങ്കിൽ മക്കയിലാണെങ്കിലില്ല, ജെറുസലേമിലില്ല, കാശിയിലില്ല, രാമേശ്വരത്തില്ല, ഒരിടത്തും ഇല്ല. ഇവിടെ അത് പ്രായോഗികം പൂർണ്ണമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ എത്രയുണ്ടോ വരുന്നത് നമുക്കറിയത്തില്ല. എങ്കിലും അങ്ങനെ പറഞ്ഞു വെച്ചല്ലോ, ആ രീതിയിലുള്ള സമ്മേളനങ്ങൾ നടക്കുന്നുണ്ട്. അത് പോരായിക ഉണ്ടെങ്കിൽ പോലും അങ്ങനെ പറഞ്ഞ ഒരു ആചാര്യനില്ല. അപ്പോൾ അത് നമ്മളത് പ്രാവർത്തികമാക്കി കൊടുക്കേണ്ട ബാധ്യത നമുക്കാവുള്ളത്. പക്ഷേ എന്ത് ചെയ്യാൻ മിക്ക പല കാര്യങ്ങളെക്കുറിച്ചും പറഞ്ഞു പോകുന്നതല്ല, പ്രസംഗത്തിലല്ലാതെ പ്രവൃത്തിയിൽ വരുന്നില്ല എന്നുള്ളത് പോരായിക.